ഹലോ, വെൽക്കം ടു സുൽഫീസ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഗ്ലാസിൻ്റെ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കളറ് പോകത്തില്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബാക്കിയുള്ളവരും ജസ്റ്റ് ലൈക്ക് ചെയ്ത് പോയാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ്ട് വയർ ബോയുടെ അറ്റത്ത് നമ്മൾ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിന് പകരം എൻഡ് ബീഡും ഒട്ടിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനാണെങ്കിൽ എൻഡ് ടേപ്പായിരിക്കും. എൻഡ് ബീഡ് ഒട്ടി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതാണ്ട് എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസ് ബീഡ് മിക്സഡ് കളേഴ്സാണ്. അത് ഇന്ന കളറ് ഇന്നിടത്ത് എന്നൊന്നും ഒരു നിയമമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള പോലെ ചുമ്മാ അങ്ങ് കോർത്ത് കൊടുക്കുക. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബോയ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ഗ്ലാസിൻ്റെ ഹാർട്ട് ഷേപ്പ് ബീഡ്, അത്യാവശ്യം നല്ല വെയിറ്റുള്ള മുത്താണ്. അപ്പോൾ 10 ഗ്രാമിലധികം എണ്ണം കാണത്തില്ല ഈ മുത്ത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വില മേടിച്ച് തന്നെ ഈ റായ നമുക്ക് വിൽക്കാനും പറ്റും. 50 രൂപയൊക്കെ നമുക്ക് കുറഞ്ഞത് ഇത് മേടിക്കാം. കളറ് പോകത്തില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ്. അപ്പോൾ അതാണ്ട് നമ്മൾ ആ റൗണ്ട് ബീഡ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഈ ഹാർട്ട് ഷേപ്പ് മാത്രം ഒന്ന് ലെവലിനിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ എല്ലാം ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് ഹാർട്ട് ഷേപ്പ് ബീഡും നമ്മൾ മിക്സഡ് കളറാണ് വെക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ ഇതാണ്ട് ഒരു 5 എണ്ണം അല്ലെ ഒരു 6 ബീഡ്സ് നമ്മൾ ഹാർട്ട് ഷേപ്പും വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 4 ബീഡായി. ഇനി ഒരു 2 ബീഡ് കൂടെ. നമ്മൾ 2 സൈഡും നോക്കണം. ഒന്നെങ്കിൽ ഒരു സൈഡിൽ വരുന്ന രീതി മാത്രം ഹാർട്ടിൻ്റെ ഇത് വെക്കുക, അല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്ത്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ചരിവോടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് മിക്സഡ് കളേഴ്സായിട്ട് ഹാർട്ട് ഷേപ്പ് സെറ്റാക്കി. ഇനി ബാക്കിയുള്ള ഭാഗത്തും നമ്മൾ ആ റൗണ്ട് ബീഡ്, ഞാൻ ഫുള്ള് ഗ്ലാസ് എടുത്തതിന് കാരണം ഒരെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം കളറ് പോകുമോ എന്നൊരു പേടി വേണ്ടല്ലോ. ഇത് ഫുള്ള് നമുക്ക് 100% ഗ്യാരൻറ്റിയിൽ നമുക്ക് കൊടുക്കാം, കളറ് പോകത്തേ ഇല്ല. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സാണ്. ഇത്തരം ബീഡ്സൊക്കെ വേണ്ടവർ എനിക്കൊന്ന് കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ ലിങ്ക് കമൻറ്റിലിട്ട് തരാം. അപ്പോൾ അതാണ്ട് നമ്മൾ ബാക്കി റൗണ്ട് ബീഡും അതിനകത്ത് കോർത്ത് കൊടുക്കുക. വേണ്ട അങ്ങനെ ലാസ്റ്റ് ഭാഗം വരെ കോർത്തിട്ട് അതും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നമ്മുടെ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം വീട്ടിലൊക്കെ ഇപ്പോൾ അവധിക്ക് പിള്ളേർ ഈ ഫോണിൽ കളിക്കുന്നതിന് പകരം കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ച് കൊടുത്താൽ അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനെങ്കിലും എടുക്കാൻ പറ്റും. നമ്മൾ എൻഡ് ബീഡ് ഉപയോഗിച്ച് നമ്മുടെ ബോയെ സെറ്റാക്കി എടുത്തു. അപ്പം പിള്ളേരുടെ മൊബൈൽ ഉപയോഗം കുറച്ച് കുറഞ്ഞു വരും, അത് നമുക്കൊരാശ്വാസമായിരിക്കും. അപ്പോൾ ഇനി നമുക്കത് വെച്ച് തന്നെ ഒരു ബ്രേസ്ലെറ്റും ചെയ്യാം. അപ്പോൾ അതാണ്ട് നമ്മുടെ ബ്രേസ്ലെറ്റ് അത്യാവശ്യം നീളത്തിൽ ആ ടങ്കീസ് ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒരു 3 ഹാർട്ട് ബീഡ്, അത് 3 ഇല്ല 2 ഇല്ല 1 ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. ഞാൻ 3 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഭാഗത്ത് നീളത്തിനനുസരിച്ച് നമ്മുടെ റൗണ്ട് ബോൾ ഷേപ്പ് ബീഡും ഇട്ട് കൊടുക്കുന്നു. കണ്ടല്ലോ, 2 സൈഡിലും ബോൾ ഷേപ്പ് ബീഡ് ഇട്ട് കൊടുത്തു നമ്മൾ ബ്രേസ്ലെറ്റും റെഡിയാക്കുവാണ്. ഇനി ഇത് കെട്ടുന്നത് കൂടുതലും അറിയത്തില്ല. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു സാധാ കെട്ടിടുക, എന്നിട്ട് പിന്നെ ഒരു സാധാ കെട്ട്. ഇനിയും കെട്ടുമ്പം ആ സാധാ കെട്ടിടുന്നതിന് ഒരു റൗണ്ട് ചുറ്റുന്നതിന് പകരം 2 റൗണ്ട് മെടഞ്ഞ് ചുറ്റിയെടുക്കുക. നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി. ഇനി ഒന്നുകൂടെ നമ്മളൊരു സേഫ്റ്റിക്ക് ചുറ്റുക. ആദ്യം ഒരു കെട്ട്, പിന്നെ ഒരു കെട്ട്, പിന്നെ 2 ചുറ്റിയൊരു കെട്ട്. നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി, ബോയും റെഡിയായി. രണ്ടും കളറ് പോകത്തില്ല, അത് 100% ഉറപ്പാണ്. നമുക്ക് വിശ്വസിച്ച് പുറത്ത് വിൽക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, കാണാനും ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാർക്ക് ചെയ്ത് പഠിക്കാനുള്ളവർക്ക് പറ്റിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിനുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി, നമ്മൾ അതിൻ്റെ കാറ്റലോഗ് ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക് യു.